മുദ്രാവാക്യം ഞങ്ങളി മണ്ണിൽ ശാശ്വതമാക്കും. നിങ്ങൾ പിടിച്ചൊരു ചെഞ്ചോരക്കൊടി, നിങ്ങൾ പിടിച്ചൊരു ചെഞ്ചോരക്കൊടി ഞങ്ങളി വാനിൽ ഉയർത്തിക്കെട്ടും, ഞങ്ങളി വാനിൽ ഉയർത്തിക്കെട്ടും. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. സഖാവ് വിഎസ് സിന്ദാബാദ്, സഖാവ് വിഎസ് സിന്ദാബാദ്. വിപ്ലവ സൂര്യൻ സിന്ദാബാദ്, വിപ്ലവ സൂര്യൻ സിന്ദാബാദ്. ജനനായകനാം വിഎസ്, ജനനായകനാം വിഎസ്, ജനനായകനാം വിഎസ്, ജനനായകനാം വിഎസ്. കണ്ടേ കരളെ വിഎസ്, കണ്ടേ കരളെ വിഎസ്. 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിൽ അന്നൊരു വിപ്ലവത്തിൻ്റെ വിത്ത് ഭൂമിയിൽ നാം വിട്ടു. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ, അഥവാ മലയാളത്തിൻ്റെ സ്വന്തം VS. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചെങ്കൊടി കൊണ്ട് അനേകം അധ്യായങ്ങൾ എഴുതിത്തീർത്ത ഒരു സമരനായകൻ അന്നവിടെ പിറവിയെടുക്കുകയായിരുന്നു. 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട VSൻ്റെ ബാല്യം കഷ്ടപ്പാടുകളുടേതായിരുന്നു. 7-ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു VSന്. പിന്നീട് തൻ്റെ ജ്യേഷ്ഠൻ്റെ തയ്യൽ കടയിൽ സഹായിയായും അത് കഴിഞ്ഞ് കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായും ജീവിതം തുടങ്ങി. ഒരു ഭാഗത്ത് കായികാധ്വാനം കൊണ്ട് പണിയെടുക്കുമ്പോഴെല്ലാം അവിടെയെല്ലാം തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിത ജീവിതം നേരിട്ട് പഠിക്കുകയായിരുന്നു VS. തൊഴിലാളികളോട് ഐക്യപ്പെടുന്ന സമരപാതകളിലേക്ക് തൻ്റെ ജീവിതം കൊണ്ട് തന്നെ വഴിവിട്ടുകയായിരുന്നു അദ്ദേഹം. 1940 കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ളയുടെ പ്രചോദനമാണ് VSനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാക്കുന്നത്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ VS 1946 പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്നു. സമരം കനത്തതോടെ പൂഞ്ഞാർ ലോക്കപ്പിൽ പോലീസിൻ്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങി. ഓരോ വേദനകളും VS എന്ന വിപ്ലവ നായകൻ്റെ വളർച്ചയിലെ തീപ്പൊരിയായി മാറുകയായിരുന്നു. 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPIM രൂപീകരണത്തിൽ VS നിർണായക പങ്ക് വഹിച്ചു. 1967 മുതൽ 7 തവണ MLA ആയി, 3 തവണ പ്രതിപക്ഷ നേതാവായി. നർമ്മം കലർന്ന പ്രസംഗങ്ങളും ജനകീയ നിലപാടുകളും കൊണ്ട് VS കേരളത്തിൻ്റെ മനസ്സിൽ ചേർന്ന് നിൽക്കുന്നു. 2006 തൻ്റെ 82-ാം വയസ്സിൽ VS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. മൂന്നാറിൽ നിയമവിരുദ്ധ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ നടത്തിയ ശക്തമായ നടപടികളും പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള കർക്കശ നിലപാടുകളും VSനെ പിന്നെയും ജനകീയനാക്കിക്കൊണ്ടിരുന്നു. 2007 ശബരിമല കയറിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി VS ചരിത്രം സൃഷ്ടിച്ചു. VSൻ്റെ ജനകീയ ശൈലി പലപ്പോഴും പാർട്ടിക്കുള്ളിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പിണറായി വിജയനുമായുള്ള അഭിപ്രായ ഭിന്നതകൾ കാരണം 2007 2009 പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കലിന് കാരണമായി. ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി പലപ്പോഴായി VS പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും ഇടഞ്ഞും തടഞ്ഞും കൊണ്ടിരുന്നു. 2006 പാർട്ടി പ്രസിദ്ധീകരിച്ച സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ VS ഉണ്ടായിരുന്നില്ല. തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം VSന് വേണ്ടി പ്രകടനങ്ങൾ നടന്നു. കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം പ്രശസ്തമാകുന്നത് ഇക്കാലത്താണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും ഇടം കൊടുക്കാതിരുന്ന ഒരാൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നതാണ് പിന്നീട് കണ്ടത്. 2016 ശേഷം ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി VS സേവനമനുഷ്ഠിച്ചു. 2025 പൊതുപ്രവർത്തനത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നഗരരത്ന പുരസ്കാരം ലഭിച്ചു. 100 വയസ്സും പിന്നിട്ട് തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു കേരളത്തിൻ്റെ മനസ്സാക്ഷിയായി മാറിയ മലയാളിയുടെ സ്വന്തം VS വിടവാങ്ങുമ്പോൾ കേരളം വേദനിക്കുന്നതും ആ മഹത് വ്യക്തിയോടുള്ള ആദരവ് കൊണ്ടാണ്. നൂറ്റാണ്ട് പിന്നിട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം, ഒരു സഖാവ് ജീവിച്ച നൂറ്റാണ്ടിൻ്റെ സമരം, ഒരു നാടിൻ്റെ വിപ്ലവ സൂര്യൻ. കേരള ജനതയ്ക്ക് എന്നും ഓർത്തുവെക്കാനുള്ള ഒട്ടനവധി പോരാട്ടങ്ങൾ, ലോകം തിരിഞ്ഞു നോക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി.
VS എന്ന രണ്ടക്ഷരത്തിൽ ഒതുങ്ങുന്നതൊന്നും പറഞ്ഞു തീർക്കാനാവില്ല. അതായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. ലാൽ സലാം സഖാവേ.